ഇതിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ടൈപ്സ് ഓഫ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ്. ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. റെസ്പെക്റ്റ്ഫുൾ ഫ്രണ്ട്സ്, നിങ്ങളെ ഒട്ടും തന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങളെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നീ തടിയനാണ്, അതല്ലെങ്കിൽ പലതും പറഞ്ഞ് കളിയാക്കുക. ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളെ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരെ നമ്മളെ ലൈഫിൽ വെച്ച് നിൽക്കുന്നതിൽ കാര്യമില്ല. സോ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ്, അതായത് നിങ്ങളെ പല ബാഡ് ഹാബിറ്റ്സിലേക്കും നയിക്കുന്ന ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങൾ പലതരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് പഠിപ്പിക്കുന്നതുമായ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിനായി നിങ്ങളെ സ്മോക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ചെയ്യുക, ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടുകയില്ല, ഉപദ്രവമാകുക മാത്രമേ ചെയ്യൂ. സോ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൺ സൈഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സ്, അതായത് അവരുടെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറി നിൽക്കുന്ന അത്തരത്തിലുള്ള ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവരുടെ കാര്യം നേടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പോകും, നമ്മളെ കൂടെ നിൽക്കുമെന്ന് യാതൊരു തരത്തിലുള്ള ഉറപ്പുകളുമില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുമായി കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ 3 ടൈപ്സ് ഓഫ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അവരുമായി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരിക്കലും അത് നിങ്ങളുടെ ജീവിതത്തെ ഉപകാരം ചെയ്യുകയില്ല. മറ്റൊരു നല്ല വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം.